ജൻസി വിപ്ലവം സംഘപരിവാർ നേതാക്കന്മാർക്കും വെട്ടാവളിയന്മാർക്കും ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കൂറകളെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളുണ്ടല്ലോ, അതിൽ നമ്പർ 1 സെപ്റ്റി ടാങ്കാണ് ഈ വിസർജനം എന്ന് പറയുന്നൊരു ചാനൽ. ഈ ചാനലിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൂറകളെ പറ്റിയുള്ള വാർത്തകളായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ചാനലിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ട്. അതായത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പാറ്റകളെല്ലാം അവിടുന്ന് ഞെരങ്ങി പൊക്കോളും, ഇല്ലെങ്കിൽ കാശ്മീരിലെ കല്ലെറിയൽ നിർത്തിയതുപോലെ ഇവിടുത്തെ കല്ലെറിയലും നിർത്താൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ട് ഈ കൃമി കീടങ്ങളെല്ലാം കൂടെ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് പട്ടി ഓരയിടുന്ന കണക്ക് ഈ ചാനലിനകത്ത് വന്നുകൊണ്ട് അങ്ങോട്ട് കുരച്ചായിരുന്നു. ഇപ്പൊ ഇവന്മാർക്ക് ഏറ്റവും കൂടുതൽ ഊത്തലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും ഒരുപാട് സാംസ്കാരിക നേതാക്കന്മാരും സിനിമാ മേഖലയിലുള്ളവർ അൽപരായിട്ടുള്ള തലയ്ക്കകത്ത് ചാണകമില്ലാത്ത വിവരവും ബോധവുമുള്ള ആളുകൾ ഈ ജൻസി വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല ആളുകളും ഇപ്പൊ അവിടെ ഇട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം രഞ്ജിനി ഹരിദാസ് പോയി, ഒവിനോ പിന്തുണ അർപ്പിച്ചു, ജോജു ജോർജ് ഡൽഹിയിൽ പോയത്, ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വിസർജന കീടാണുക്കൾക്ക് നന്നായിട്ട് കുരുപൊട്ടി. ഇപ്പൊ രഞ്ജിനി ഹരിദാസിനെ എടുത്തിട്ട് അങ്ങോട്ട് തേച്ചൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. രഞ്ജിനി അവിടെ പോയതൊന്നും ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സംഖ്യകളെ പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ ലാലേട്ടന്റെ മകൾ വിസ്മയ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്ന് തന്തക്ക് പറക്കാത്ത കുറെ വൃത്തികെട്ടവന്മാർ വന്നിട്ട് കമന്റ് ഇട്ടതെല്ലാം നമ്മൾ കണ്ടതാ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ടൊവിനോ മമ്മൂക്ക എല്ലാം ഈ ജൻസി വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്നാണ് ഈ കീടാണുക്കൾ വന്ന് പറയുന്നത്. ഇവന്റെ ഈ കുരയ്ക്കലെന്ന് കണ്ടതിന് ശേഷം ഇവന്റെ അണ്ണാക്കിൽ കൊടുക്കുന്ന ഒരു മറുപടി കൊടുക്കാം. ഈ പറഞ്ഞ CJP ഇപ്പൊ മമ്മൂട്ടി, നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇയാൾക്ക് CJP എന്താ, നീറ്റ് എന്താ, അവിടെ നടക്കുന്ന എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. 2 രഞ്ജിനി ഹരിദാസ് ലോകത്തിലെ ആഗോള വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുന്ന എൻ്റെ അമ്മയെ വാങ്ചുക്കിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ സടകുടഞ്ഞെണീറ്റു, എനിക്ക് കണ്ടിരിക്കാൻ വയ്യാതെ ഞാൻ ഡൽഹിയിൽ പോയി. എന്തുകൊണ്ട് സമരത്തിന്റെ മുന്നിൽ നിന്നില്ല? എന്തുകൊണ്ടെന്നില്ല? ടോവിനോ തോമസ്, അദ്ദേഹം കേരളത്തിലെ എന്താ പറയുക സാമൂഹ്യ പരിഷ്കർത്താവും അതുപോലെ ഇവൻ സാംസ്കാരിക നായകനുമാണ്. ഈ പറയുന്ന പെൺകുട്ടികൾ മണ്ണ് വാഴ്ത്തുന്ന സമരം നടത്തിയിട്ട് ഇവനൊന്നും വാ അനങ്ങിയില്ല, നാവ് പൊങ്ങിയില്ല സംസാരിക്കാൻ. ആശാസമരത്തിന് ഇവനൊന്നും ഇടപെടാൻ പറ്റിയില്ല. ഇവനൊക്കെ ഈ പറയുന്ന CJP സമരം വന്നപ്പോ ഭയങ്കരമായി പൊള്ളുകയാണ്. അല്ല, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. അവന്റെ സ്വന്തം അവന്റെ കൂടെയുള്ള ഒരാള് എന്നെ മാനസികമായും വ്യക്തിപരമായും അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും പറ്റില്ല. അപ്പോ ഞാൻ ആ ലിസ്റ്റ് ഉണ്ട്, വായിച്ചു കഴിഞ്ഞാൽ പലർക്കും പൊള്ളും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് വായിക്കുന്നത്. ഇടതും വലതും ഒക്കെ പൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 2, ഒരു മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിക്കുകയാണ്. ഒരു ദേശീയ ചാനലിന്റെ മാധ്യമപ്രവർത്തകരെ ചേർത്ത് പിടിക്കുകയാണ്. വളരെ മോശമായി ചേർത്ത് പിടിക്കുന്ന ഞാൻ കഴുത്തിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. എന്തുകൊണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തില്ല? മാധ്യമ സിംഗങ്ങൾ എന്തുകൊണ്ട് അതേക്കുറിച്ച് പരാമർശിച്ചില്ല? അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന സെലക്റ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് എന്നുള്ളത്. ഞാൻ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നിന്ന് ചില ആളുകളുടെ പ്രതികരണങ്ങളുണ്ടായി. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക മാധ്യമം മരമുറി ചാനലാണ് അത് പ്രധാനമായി ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. അവരിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നതാണോ? ഇല്ല, ഞങ്ങൾ കസോളിലേക്ക് വന്നതാണ്, ട്രിപ്പിൽ വന്നതാണ്, ഇടയ്ക്കിങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ കസോളിൽ വന്നതാണെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം പറയുന്നില്ല ഞങ്ങൾ പെട്ടെന്ന്. പിന്നീട് ഒരാൾ പറയുന്നുണ്ട് ഞങ്ങളിത് അറിഞ്ഞിട്ട് തന്നെ വന്നതാണ്. എന്താണ് ആവശ്യം? കേന്ദ്രമന്ത്രി രാജിവെക്കുക. ഇത് എന്തിനാണ് സമരം? അത് നീറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പം ഞങ്ങൾ അതിന് വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ നയം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ രാജിവെക്കുക, പ്രധാനമന്ത്രി രാജിവെക്കുക. ഇവനെയൊക്കെ ആര് പറഞ്ഞുകൊണ്ടെങ്കിലും ഈ ഒരു ഹോംവർക്ക് കൊടുത്ത് കൊണ്ടുവരണ്ടേ? അടുത്ത് കഴിയൊക്കെ വേറൊരാളോട് ചോദിച്ചു എന്താണ്, അപ്പോൾ പറയുന്നു അത് വയനാട്ടിൽ നിന്നുള്ള വേറെ ടീമാണ്. അതിൽ ഒരുത്തൻ പറയുകയാണ്, കേരളത്തിൽ 3 സീറ്റുകൾ നിങ്ങൾ BJPക്ക് നൽകി, ഇനി കേരളത്തിലെ വോട്ടർമാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇനിയും നിങ്ങൾ സീറ്റുകൾ നൽകിയാൽ ഈ കേന്ദ്രത്തിൽ കാണുന്ന അവസ്ഥയാണ് കേരളത്തിലേക്കെന്ന്. അപ്പൊ ഈ വന്നിറങ്ങി സമരം നടത്തുന്നവന്റെ അജണ്ട എന്താണ് ഐസൻ? ഞാൻ ചോദിക്കുന്നത് അജണ്ട എന്താണ്? ഇവൻ നീറ്റ് എഴുതിയ 21 ലക്ഷവും 22 ലക്ഷത്തിൽ എത്ര പേർ, 100 പേരെങ്കിലും ഉണ്ടോ ആ സമരത്തിൽ? ഈ നീറ്റ് പരീക്ഷ എഴുതിയ 100 പേരെങ്കിലും ആ സമരത്തിലുണ്ടെങ്കിൽ ആ സമരത്തിന് ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്, അല്ലെങ്കിൽ ആ സമരത്തിന് ഒരു സത്യമുണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ ഇത് ജിഹാദികളായിട്ടുള്ള ആളുകളെ, തീവ്ര ശക്തികളെ ഒക്കെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നിരിക്കുക. എന്തിനാണ്? കലാപമുണ്ടാക്കാൻ. ബംഗ്ലാദേശിന്റെ പതാക എങ്ങനെയാണ് വരുന്നത് ജന്തർ മന്ദറിൽ ഈ സമരത്തിനിടയിൽ? നേപ്പാളാക്ക് ഞങ്ങളെന്ന് എങ്ങനെയാണ് പറയുന്നത്? അപ്പോ ഇതിന് പിന്നിലുള്ള അജണ്ട മലയാളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നില്ല, കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. ഇന്ന മതമായതുകൊണ്ട് മമ്മൂട്ടിയെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മോദി പരിഗണിക്കുന്നില്ല എന്ന് സകല മോദി വിരുദ്ധരും ഇവിടെ
പാടി നടന്നില്ലേ, അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UPA ഭരിച്ച 10 വർഷക്കാലവും ഈ അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തിയിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക. ഇത് മാത്രമാണോ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത്? ഏറ്റവും മികച്ച ഛായാഗ്രഹണം ഷഹനാദ് ജലാല്, ഏറ്റവും മികച്ച മലയാള സിനിമ ഫെമിനിച്ച് ഫാത്തിമ, സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മറ്റൊരു വാദമുണ്ടല്ലോ, പ്രാദേശികവാദം, മലയാളത്തിലേക്കൊന്നും കിട്ടുന്നില്ലോ, ഒക്കെ ഹിന്ദി എന്നൊക്കെ പറയുന്നവരും കേട്ടുകൊള്ളൂ. ഏറ്റവും മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. മലയാള പാട്ടിന് മികവുണ്ടെങ്കിൽ മോദി ഭരണകാലത്ത് നിങ്ങളിലേക്ക് അംഗീകാരങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു മതവും നോക്കൂല, അതിൽ മികവ് മാത്രമേ നോക്കൂ. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് തന്നെയല്ല ഇത്തവണത്തേക്ക് ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ. മറ്റൊരു യാഥാർത്ഥ്യം സകല മലയാളികളും ഉൾക്കൊള്ളുക, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ നമ്മുടെ സിനിമാ മേഖല എന്ന് പറയുന്നത് വെറും 3.5 കോടി ജനങ്ങളുള്ള ഒരു സിനിമാ മേഖലയാണ്, ചെറുത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഇത്രത്തോളം പരിഗണന കിട്ടുന്നതിൽ ഓരോ മലയാളിയും അഭിമാനിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ വേട്ടാവളിയൻ ഇസ്ലാമിന്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചഴക്കാത്തത്. അപ്പം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇവനെ പോലുള്ള വൃത്തികെട്ട ഊളകളെയൊക്കെ ഉണ്ടല്ലോ കാലെ വാരി നിലത്തടിക്കേണ്ട സമയം അധികരിച്ചു. പച്ച നുണയും പച്ച വർഗീയതയും അല്ലാതെ ഇവന്മാരെ കൊണ്ട് എന്താണ് പ്രയോജനം? ഈ രാജ്യത്തെ യുവതലമുറ അവര് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ 2014 തൊട്ട് പ്രസന്റിൽ ഇപ്പൊ വരെ മരണപ്പെട്ടിരിക്കുന്നത് 94ഓളം വരുന്ന കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്ത് ലാഘവത്തോടുകൂടിയാണ് ഈ ഒരു സമരത്തെ ഈ വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. പച്ച വർഗീയത പറയാൻ വേണ്ടി ഒരു സെപ്റ്റി ടാങ്ക് കെട്ടിവെച്ചിട്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട്. പട്ടി ഓരയിടുന്നതൊക്കെയല്ലേ ഈ വൃത്തികെട്ടന്മാർ ഓരയിടുന്നത്. പിന്നെ ഒരു മാധ്യമ പ്രവർത്തകയെ കഴുത്തിന് ചുറ്റിപ്പിടിച്ചു വളച്ചു എന്ന് മോദി മീഡിയയുടെ സംഘപരിവാറിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന ഇവനെ പോലുള്ള വൃത്തികെട്ട മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾ അവിടെ വന്നപ്പോൾ ജൻസി വിപ്ലവം ചെയ്യുന്ന കുട്ടികൾ അവരെ തുരത്തിയെന്നുള്ളതാ. ആ കൂടെ വന്ന ഒരുത്തൻ തോളത്ത് കൈയിട്ട് അവരെ കാറിൽ കൊണ്ട് കയറ്റുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടു. എന്നിട്ടും ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് വെളുപ്പിക്കുന്ന ഇതുപോലുള്ള ചാണക പൊട്ടന്മാരോടൊക്കെ ഇനി നമ്മൾ എന്താ പറയണ്ടേ? എഴുതുമ്പോഴത്തേക്ക് വായിക്കുന്ന ഇവന്മാരെ കുറിച്ചിട്ട് ഇനി എനിക്കൊന്നും പറയാനില്ല. ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. പിന്നെ മമ്മൂട്ടിയും ടൊവിനോയും പോലുള്ള ആൾക്കാരൊക്കെ ഇതിന് പിന്തുണ കൊടുത്തത് ഇവന്മാർക്ക് അത്ര സുഖിച്ചിട്ടില്ല. മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.